ഇവിടെ ഒരു ലേഡി ഫോണിലൂടെ മാത്രം സംസാരിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെ ഫസ്റ്റ് ടൈം ആയി നേരിൽ കാണാൻ പോകുന്നു. പക്ഷെ അവനെ കണ്ടതും അവനൊരു ഹൈറ്റില്ലാതെ കുള്ളനാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതിരിക്കുന്നു. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അയാൾക്ക് നോർമൽ ഹൈറ്റ് ആയിരിക്കുമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അവൻ സംസാരിച്ചു തുടങ്ങിയതും അവന്റെ ഹ്യൂമർ സെൻസ് കാരണം വീണ്ടും അവൾക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഡേറ്റിംഗ് ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ പോകുന്ന ക്ലബിലേക്ക് അവളെയും കൊണ്ടുപോയി ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. രണ്ടുപേരും സന്തോഷത്തോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവളുടെ ഫാമിലി ഇവന്റെ ഹൈറ്റിനെ കുറിച്ച് കളിയാക്കി സംസാരിക്കുന്നു. അത് കേട്ടതും ആ ചമ്മല് മാറാൻ വേണ്ടി അത് തന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് അവൾ പറയുന്നു. ഒരു ദിവസം അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു. അവന്റെ സൈസിലുള്ള ഒരു ഡ്രസ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഒരു കിഡ് ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അവരുടെ മകന് വേണ്ടിയാണോ എന്ന് ചോദിച്ചതും അവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം സർപ്രൈസ് കൊടുത്ത ടീഷർട്ടും ഇട്ട് അവർ രണ്ടുപേരും ഒരു ബീച്ചിലേക്ക് പോകുന്നു. യാദൃശികമായി അവൾ ഡ്രസ്സ് എടുത്ത ഷോപ്പിലെ സ്റ്റാഫിനെ കണ്ടതും അവരുടെ മകനും സെയിം ടീഷർട്ട് തന്നെയാണ് എടുത്തിരുന്നത്. സോ അപ്പോഴും അവൻ കാരണം അവൾക്ക് നാണക്കേടുണ്ടാവുന്നു. അത് കാരണം അവൻ തന്നെ അവളുമായി ബ്രേക്കപ്പ് ആവുന്നു. പക്ഷെ അവൾക്ക് അവനെ മറക്കാൻ കഴിയാതെ ഓരോ ദിവസവും വിഷമിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വേറെ വഴിയില്ലാതെ അവളൊരു പ്ലെയിനിൽ നിന്നും ഡ്രൈവ് ചെയ്ത് അവൻ ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പാരച്യൂട്ട് ഉപയോഗിച്ച് ഇറങ്ങുന്നു. എന്നിട്ട് അവനില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവനെ പ്രപ്പോസ് ചെയ്യുന്നു.